രാവിലെ തന്നെ നല്ല മഴ കേട്ടോ. സലു മഴ നനയാതെ പള്ളി കഴിഞ്ഞ് വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു പാലില്ല സലു, ഒന്ന് പോയി പാല് വാങ്ങിച്ചോണ്ട് വന്നു. സലു ഇവിടെ നിന്ന് അങ്ങോട്ട് പാല് വാങ്ങിക്കാൻ ഇറങ്ങിയത് മഴ. നിസാറിക്കാണെങ്കിൽ എവിടെയെങ്കിലും ഒതുക്കിയേനെ. സലു നീ ഫുള്ള് നനഞ്ഞല്ലേ? നിസാറിക്ക് ഇപ്പൊ വരൂല, താമസിക്കും വരെ. ഈ ചൈന ഡോള് മഴ സമയത്തെടുത്ത് പുറത്ത് വെച്ചാൽ മതി എന്ന് കുറേ പേര് പറഞ്ഞു കേട്ടോ. ഞാനിങ്ങനെ മഞ്ഞ കണ്ട ഇലയിലൊക്കെ മഞ്ഞ കളർ വന്നു തുടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെളിയിൽ എടുക്കാൻ പറ്റും. ഇനിയിപ്പം കുറച്ച് മഴ വെള്ളം വീഴട്ടെ എന്ന് വിചാരിച്ചു. മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ ഈ ചെടി ഉണ്ടോ, ഇതിപ്പോൾ അടിയുന്നേ ഇങ്ങനെ കരിഞ്ഞ് കഴിഞ്ഞതാ ഈ ഒരു പരുവായിപ്പോയി. ഇത് എന്ത് പറ്റിയാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഇപ്പം നമ്മൾ ഈ ചെടികളെയൊക്കെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ തന്നെ നോക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ കേട്ടോ. അപ്പം ഈ ചെടിക്ക് എന്ത് പറ്റിയെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഞാനും മോളും കൂടി ഇതിനെ പിടിച്ചത് മഴയും വെയിലും ഒക്കെ കൊള്ളത്തക്ക രീതിയിൽ ഒന്ന് മാറ്റി വെക്കുകയാണ്. കാരണം ഇവിടെ ഷെയ്ഡ് ഉള്ളത് കൊണ്ടായി ആണോ എന്നൊന്നും അറിയത്തില്ല. അത്യാവശ്യം വെയിലൊക്കെ കൊള്ളുന്ന സ്ഥലം തന്നെയാണ് ഇതിരുന്ന ഇടം എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇത് പറ്റിയെന്ന് അറിയത്തില്ല. പിന്നെ ചിലർ ഞാൻ ഇതിനു മുൻപ് പറഞ്ഞപ്പോഴേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു മണ്ണ് മാറ്റി കൊടുക്കാൻ. സാർക്ക് ഇവിടെ ഇടയ്ക്ക് ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നതുമാണ്. ഇനി അങ്ങനെ മണ്ണ് മാറ്റിക്കൊടുത്തത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കണതൊന്നും അറിയത്തില്ല. എന്തായാലും ഇതിനി കുറച്ച് ദിവസം ഇവിടെ ഇരിക്കട്ടെ. രക്ഷപ്പെടുന്നൊന്നും യാതൊരു സ്കോപ്പും ഇല്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ ഇതിനിപ്പം വെട്ടിക്കളയേ നിവർത്തിയുള്ളൂ എന്ന് തോന്നുന്നു. കണ്ടോ, മൊത്തം പോയിരിക്കുകയാണ്. എന്തുകൊണ്ടോ അത് ഇതും എന്തോ അസുഖം ബാധിച്ച പോലെ അടിയിൽ നിന്ന് ഇങ്ങനെ കണ്ടോ. പക്ഷെ അവിടെ അത്യാവശ്യം ഇങ്ങനെ അതായത് ഡയറക്റ്റ് വെയിലടിക്കത്തില്ല, എന്നാൽ അത്യാവശ്യം വെയിലിൻ്റെ ഒരു ഇതൊക്കെ കിട്ടിക്കൊണ്ടൊക്കെ ഇരുന്നതാണ്. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് പണികളൊക്കെ ചെയ്യുമ്പം സത്യം പറഞ്ഞാൽ മനസ്സിനൊക്കെ നല്ലൊരു സമാധാനം, സന്തോഷം ഇതൊക്കെ കിട്ടും. അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള ജോലികളിലൊക്കെ ഏർപ്പെട്ട ശേഷം നമ്മൾ കുക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ കുറച്ചുകൂടി ഊർജം നമുക്ക് കിട്ടുന്നതായിട്ട് തോന്നും. ഇപ്പം ഇത് കണ്ട, ഇതിപ്പോൾ ഇന്നലെ അതായത് കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് അരച്ച് വെച്ചത് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ മാവ് ഇതാ പൊങ്ങി വന്നതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ട വ്ളോഗിലും പലരും പറയുന്നുണ്ടായിരുന്നു അവർക്ക് ശരിയാകുന്നില്ല ഇഡ്ഡലി. ചിലർ പറഞ്ഞ് എൻ്റെ റെസിപ്പി നോക്കിയിട്ട് നല്ലതുപോലെ ഇഡ്ഡലിയൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതാ 1 കപ്പ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. ഇപ്പോൾ എൻ്റെ അടുത്ത് ഏത് കറിയാണ് കൂടുതൽ ഉണ്ടാക്കാൻ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും സാമ്പാറാണെന്ന് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പരിപ്പെടുത്തതിൻ്റെ 3 ഇരട്ടി വെള്ളം കൂടി ഒഴിച്ച ശേഷം നമുക്ക് വെയിറ്റ് ഇട്ടിട്ട് ഒരു 2-3 വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് പുളി ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഇതാ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് പിഴിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യൽ മസാലക്കൂട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പും അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ മുഴുവനുള്ള മല്ലിയില്ലേ അതും, 1 ടീസ്പൂൺ ചെറിയ ജീരകവും, ഒരു 5-6 വറ്റൽ മുളകും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചു കൊടുക്കാം. ചെറിയ തീ ഇട്ടിട്ട് വേണം നമ്മളിത് ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടത്, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. അത് മൂത്ത് വരുന്ന സമയത്ത് 3 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പല രീതിയിൽ ഞാൻ സാമ്പാർ ഒരുപാട് തയ്യാറാക്കി കാണിച്ചിട്ടുള്ളതാണ്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ. എന്നിട്ട് ഒരുപാട് ചുമക്ക വരാൻ വേണ്ടി നിൽക്കണ്ട. ഇതിനിടയിൽ നമ്മുടെ പരിപ്പ് വേകുന്നുണ്ട്. അപ്പോൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി തട്ടിലേക്ക് എണ്ണ തടവിയ ശേഷം നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. പലർക്കും ഇഡ്ഡലി ശരിയാവുന്നില്ല എന്ന് പറയുമ്പം
ശരിക്കും എനിക്ക് അതിശയം തോന്നും കേട്ടോ, എന്തുകൊണ്ട് അങ്ങനെ പറ്റുന്നു എന്ന്. ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പൂ പോലെ മൃദുവായിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇഡ്ഡലി മാവ് നമുക്ക് കോരി ഒഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ, ഇത് സോഫ്റ്റ് ആവോ ഇല്ലയോ എന്നുള്ളത്. വല്ലാതെ മുറുക്കം വന്നിട്ടാണ് മാവ് ഇരിക്കുന്നതെങ്കിൽ ഇഡ്ഡലി എറിയാൻ പാകത്തിന് കല്ല് പോലെ ആയി പോകും കേട്ടോ. അപ്പോൾ അതവിടെ വെച്ച ശേഷം ഞാൻ സ്റ്റീം പോയ ശേഷമാണ് ഇത് കുക്കർ ഓപ്പൺ ചെയ്തു. നമ്മുടെ പരിപ്പൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പ് നമ്മൾ വേവിക്കുമ്പം എടുക്കുന്ന പരിപ്പിന്റെ 3 ഇരട്ടി വെള്ളം വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനുള്ളത്. എങ്കിൽ മാത്രമേ പരിപ്പ് നല്ല കുഴഞ്ഞു പോകാതെയും അടുക്കി പിടിക്കാതെയും കട്ട കെട്ടാതെയൊക്കെ പരിപ്പ് വെന്ത് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാമ്പാർ കാണിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളത് ഐറ്റം ഏതാണെന്ന് ചോദിച്ചാൽ സാമ്പാർ തന്നെയാണ്. നിങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ, ഇത് ഇതുപോലെയാണ് പൊടിച്ചെടുക്കാനുള്ളത്. അപ്പം നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും ഇഷ്ടം തോന്നുന്ന കറി ഏതാണെന്ന് കൂടി പറയാട്ടോ. എന്നിട്ട് ഞാൻ എന്താ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ഇട്ടൊന്ന് താളിച്ച ശേഷം നമുക്ക് ഒരു 8-10 ചുവന്നുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചുവന്നുള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ, എങ്കിലേ ഈ ഒരു സാമ്പാറിന് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളിയും 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് കീറിയതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ആ തക്കാളിയൊക്കെ വെന്ത് ഇതുപോലെ ഈ വഴന്ന് വരുന്ന ആ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ നമുക്ക് വേണ്ടത് കായപ്പൊടിയാണ്, അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ പരിപ്പുണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി സാമ്പാർ തന്നെയാണ്. അടിപൊളി, അതായത് വെറൈറ്റി ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഈ എടുത്തിരിക്കുന്ന പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഈ പുളി വെള്ളം എന്ന് പറയുമ്പം നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് പാകത്തിനുള്ളത് ഒഴിച്ചു കൊടുത്താൽ മതിയേ. പിന്നെ കുറച്ചധികം തിളച്ച വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും എത്ര വേണം എന്നുള്ളത് കേട്ടോ. അതിനൊന്നും കൃത്യമായിട്ടൊരു കണക്കൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് പറയാത്തത്. ഇനി നമ്മൾ ലാസ്റ്റ് ഈ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടികളില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇതാണ് ഈ സാമ്പാറിനെ വ്യത്യസ്തമാക്കുന്നത് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറിൻ്റെ ഒപ്പം സാമ്പാർ കഴിക്കാൻ, അതുപോലെ ഇഡ്ഡലിക്കൊപ്പം സാമ്പാറൊക്കെ കഴിക്കാൻ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? സാമ്പാർ പ്രേമികളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം കൂടി വേണം തോന്നിയതുകൊണ്ട് ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ശരിക്കും തമിഴരൊക്കെ ഉണ്ടാക്കുന്ന സാമ്പാറിലെ അതിൻ്റെ ആ ഒരു മണമാണ് വരുന്നത്. എനിക്ക് ഇങ്ങനെ ഈ തമിഴരുടെ സാമ്പാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളുടെ ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി തണുത്ത ശേഷം ഇങ്ങനെ നമ്മളൊന്ന് ഇളക്കി എടുക്കുമ്പോൾ തന്നെ കണ്ട അടിയിൽ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലുള്ള ഇഡ്ഡലിയാണ്. റെസിപ്പി വേണമെങ്കിൽ കഴിഞ്ഞ എൻ്റെ വ്ളോഗ് കണ്ടാൽ മതി, അതിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ട നല്ല സോഫ്റ്റാണ്. ശരിക്കും ഇങ്ങനെ വായിലിട്ട് അലിഞ്ഞു എന്ന് പറയത്തില്ലേ, അതുപോലത്തെ ഇഡ്ഡലിയാണ്. അപ്പം ഞാനിതെല്ലാം കാസറോളിലേക്ക് ഒന്ന് മാറ്റി വെക്കാണ്. അതുപോലെ സാമ്പാർ നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ സാമ്പാർ കഴിക്കാൻ നല്ല ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാവോ? ഇഡലി ഇതുപോലെ എടുക്കണം, എടുത്ത ശേഷം ഇങ്ങനെ അതിൻ്റെ മീതെ കൂടെ, അതായത് തലവഴിക്ക് തന്നെ സാമ്പാർ ഇങ്ങനെ കോരി ഒഴിക്കണം. പിന്നെ ആ സാമ്പാറും ഇഡലിയും കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത്ര ടേസ്റ്റാണ്. ഇഡലിയും സാമ്പാറും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള ഫീഡ്ബാക്ക് കൂടി എനിക്ക് തരണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത്. എന്തൊരു ടേസ്റ്റാണെന്നറിയോ, ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കുമ്പോഴേക്ക്. സൗണ്ട് ആയിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഇത് ശരിക്കും ഓണം വരുന്നതിനോടനുബന്ധിച്ചും അതുപോലെ തന്നെ വാർഷികത്തിനും ഒക്കെ കാണുന്നൊരു കലാപരിപാടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ നാട്ടിലും ഈ സമയത്ത് ഇതുപോലെയുള്ള കലാപരിപാടികളൊക്കെ ഉണ്ടോ? നല്ല ശക്തമായ മഴ കേട്ടോ. രാവിലെ നല്ല വെയിലുണ്ടായിരുന്നാണേ. ഇവിടെ നിസാർക്കയുടെ ഷർട്ടുകൾ മുരുകൻ്റെലാണ് തേക്കാൻ കൊടുക്കുന്നത്. അപ്പം അത് ഇന്ദിരാനാറിലാണ് കേട്ടോ.
അപ്പോൾ നിസാർക്കയുടെ ഷർട്ട് രാവിലെ കൊണ്ട് കൊടുത്തതാണ്. ഉച്ചയായപ്പോൾ മുരുകൻ വിളിച്ച് പറഞ്ഞ് ഷർട്ടൊക്കെ തേച്ച് കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഊണ് കഴിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് അത് കഴിഞ്ഞപ്പോൾ മറന്നുപോയി. അത് കഴിഞ്ഞ് ഇപ്പം മുരുകൻ വീണ്ടും വിളിച്ചു കേട്ടാ, മാഡം ഷർട്ടെല്ലാം തേച്ച് വെച്ചിരിക്കുകയാണെന്ന്. നിസാർക്ക് ഇവിടെ നിന്ന് സ്കൂട്ടർ എടുത്ത് എനിക്ക് തോന്നുന്നു പകുതി എത്തത്തേ ഉള്ളൂ കേട്ടോ. ഭയങ്കര മഴ, രാവിലെ നല്ല വെയിലായിരുന്നു കേട്ടോ, നല്ല മഴ കേട്ടോ. എൻ്റെ റബ്ബേ, ഇനിയിപ്പം അതും സ്കൂട്ടറിലല്ലേ പോയത്, ഇനി തേച്ച ഷർട്ടൊക്കെ ഇനി നനച്ചു കൊണ്ടുവരണോ എങ്ങനെ കൊണ്ടുവരണമെന്നൊന്നും അറിയത്തില്ല. ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഇപ്പോഴിതായ ആ മഴ കഴിഞ്ഞിട്ട് കുറച്ച് നേരം പെയ്തത് ശക്തമായിട്ടുള്ള മഴയായിരുന്നു. നോക്കാം, നല്ല കാറ്റായിരുന്നു കേട്ടോ. കുറച്ച് മുൻപ് വരെ, അതായത് ഒരു 12 മണി ആ സമയത്തൊക്കെ തുടങ്ങിയായിരുന്നു, നല്ല ശക്തമായിട്ടുള്ള കാറ്റായിരുന്നു. സ്കൂട്ടറിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടേ, വേഗണ്ടോ വരുന്നു. കാറ്റ് വന്ന് ഗേറ്റടഞ്ഞ് കുറ്റിയായി. തേച്ച ഷർട്ട് നനഞ്ഞാ? എന്റെ റബ്ബേ, കണ്ടോ, കുഴപ്പമില്ല. മുരുകൻ മര്യാദയ്ക്ക് ഉച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞതാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോ തന്നെ മഴ തുടങ്ങിയല്ലേ. ഹെൽമെറ്റ് ഉള്ളത് കൊണ്ട് തല നനഞ്ഞില്ലല്ലേ. കുഴപ്പമില്ല, ഓക്കെയാണ്. കണ്ട, നിസാർക്കയുടെ ഷർട്ടുകളൊക്കെ കാണാൻ എല്ലാം ഒരുപോലെ ഇരിക്കും. ഇനി ഇങ്ങനെ ഇതിൽ നിന്ന് ഓരോന്ന് എടുക്കുന്നു, ഇടുന്നു, കഴുകുന്നു, വീണ്ടും മുരുകനെ വിളിക്കുന്നു. അപ്പം എനിക്ക് വീട്ടിലത്തേക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടായിരുന്നു. അപ്പം മഴയൊക്കെ കാരണം ഞാൻ പിന്നെ 2 വീലറിലൊന്നും പോകലില്ല കേട്ടോ. അപ്പം സാറൊക്കെ പറഞ്ഞ് നമുക്കെന്നാ പോയി വാങ്ങിയിട്ട് വരാം. അങ്ങനെ സനമോളയും കയ്യിലെടുത്തു. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ചതാ പതാകയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സനമോൾക്ക് ഇതാ കൊടുക്കാൻ, അവൾക്കൊട്ടും സുഖമില്ല കേട്ടോ. പിന്നെ കുറച്ച് ദിവസം ആയില്ലേ, അപ്പം വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ കുഞ്ഞിനും ഒരു ഇതാണ്. അപ്പം ജസ്റ്റ് നമുക്കൊന്ന് സാധനം വാങ്ങിക്കണം, വീട്ടിൽ പോകണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം അവൾക്കും ഒരു ചേഞ്ച് ആകട്ടെ എന്ന് കരുതിയിട്ട് എടുത്തതാണ്. പിന്നെ എനിക്കാണെങ്കിൽ മാവ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരി പൊടിപ്പിക്കണം, അതിന് വേണ്ട അരി എടുക്കണം. അരി എടുത്താലേ വീട്ടിലല്ലേ ഞാനിത് കഴുകി ഉണക്കിയൊക്കെ മില്ലി കൊടുത്ത് പൊടിപ്പിക്കുന്നത്. അപ്പം അതിന് വേണ്ട സാധനമൊക്കെ എടുത്താണ്. പിന്നെ ഈ മഴയൊക്കെ കാരണം എത്രത്തോളം ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ള കാര്യം അറിയത്തില്ല. ഇപ്പം എപ്പോഴും മഴ തന്നെയാണ് കേട്ടാ, കുറച്ച് ദിവസമായിട്ട്. നിങ്ങളുടെ അവിടെയും ഒക്കെ അങ്ങനെ തന്നെ ആണോ? ഞാനിവിടെ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ കാര്യമാണ് പറയണത്. നിങ്ങൾ ഏത് നാട്ടുകാരാണെന്ന് ഞാൻ എപ്പോഴും പറയും കേട്ടാ. നിങ്ങളുടെ അവിടെ മഴയുണ്ടോ എന്നൊക്കെ ഒന്ന് പറയും കേട്ടോ. അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം എടുത്തിട്ട് ഇനിയിപ്പോൾ വേറെ കറങ്ങാനൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞിനെയും കൊണ്ട് വന്നത് തന്നെ ജസ്റ്റ് അവൾക്കൊരു സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ എടുത്തിട്ട് വരത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ സാധനം വാങ്ങിയൊക്കെ ദേ എടുത്ത് വയ്ക്കുകയാണ്. മോൾക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ വലിയ ഉഷാറും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. മറ്റത് ഇവിടെ ഷോപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിസാർക്കായും വിളിച്ചിരിക്കും കണ്ട, ഒട്ടും വയ്യ അവൾക്ക്. പിന്നെ ഫാബി മോൾക്ക് സുഖമില്ലാത്തത് കൊണ്ട് അവളും പുറത്തേക്കൊന്നും വന്നില്ല, വണ്ടിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പം എനിക്കാണെങ്കിൽ ഈ പറഞ്ഞ ഒരു പിള്ളേരൊക്കെ സുഖമില്ലാതിരിക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ് അല്ലേ. അവര് നല്ല, ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്നവർ സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ ഞാൻ വീട്ടിൽ വന്ന ശേഷം പിന്നെ ഇന്നത്തെ ഡിന്നർ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുട്ട ബോയിൽ ചെയ്തു. ഈ മഷ്റൂം കണ്ടോ, ഇത് ഓയിസ്റ്റർ മഷ്റൂം ആണെന്ന് തോന്നുന്നു. ഇത് ബട്ടർ മഷ്റൂമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മഷ്റൂം. അപ്പം കൊച്ചുള്ളിയും പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതി പറഞ്ഞുതരാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇത്. അധികം മസാലകളൊന്നും ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മഷ്റൂമാണ് കേട്ടോ. പക്ഷേ ഈ സംഭവം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ. പിന്നെ ഈ പനിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ നോക്കണം. വായ്ക്ക് രുചിയില്ലെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഫുഡ് കഴിക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പം ഫാബി മോൾക്കാണെങ്കിൽ മഷ്റൂമൊക്കെ നല്ല ഇഷ്ടമാണ്.
അപ്പം ഞാൻ വിചാരിച്ചു ശരി ഇത് നല്ല ഹെൽത്തി ആണല്ലോ, അപ്പോൾ പിന്നെ അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പം ഇത് അരിഞ്ഞെടുത്ത് പച്ചമുളകും ഒക്കെ അരിഞ്ഞത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഈ 2 മഷ്റൂമും ഒരുമിച്ചിട്ടിട്ട് തന്നെയാണ് ഞാനിനി റെഡിയാക്കണത് കേട്ടോ. നിങ്ങളൊക്കെ മഷ്റൂം പ്രേമികളുണ്ടോ? എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മഷ്റൂം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചൂടോടെ കൂടി തന്നെ കഴിക്കണം. ഇവിടെ സൽമാന് വലിയ പ്രിയമൊന്നുമില്ല, പിന്നെ നിസാറിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും ഈ സംഭവം കഴിക്കത്തുമില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവസാനം ഞാനും ഫാബിയോളും കൂടി തന്നെ കഴിക്കേണ്ടി വന്നു. അപ്പം ഇന്നിപ്പം അവർക്ക് 2 പേർക്കും ഡിന്നറായിട്ട് വേറെ എന്തെങ്കിലും കൊടുക്കത്തേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ 2 പേരുടെയും ഡിന്നറാണ് ഇപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ ഈ നമ്മുടെ കൂണ് ഈ വളർത്തുന്നവരുടെ നിന്ന് വാങ്ങിക്കുമ്പോഴേക്കും അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ വാപ്പ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ഒരു ഇരുട്ട് മുറിക്കകത്താണ് ഈ കൂണൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം വൈക്കോലൊക്കെ വെച്ചിട്ട് അന്ന് കഴിച്ച ആ ഒരു ടേസ്റ്റ് ഒന്നും ഇപ്പം വാങ്ങിക്കുന്ന ഈ കൂണിനൊന്നും ഇല്ല കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പം കൂണൊക്കെ അങ്ങനെ കഴിച്ചിട്ടുള്ളവരൊക്കെ പറയും കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കുന്ന കൂണിന് കേട്ടോ. അപ്പോൾ പാനിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു. ഓയിലൊന്ന് ചൂടാവുമ്പോഴേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാണ്. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ മല്ലിപ്പൊടിയും ഗരം മസാല പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് ഈ മസാല ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കും. എൻ്റെ മുട്ട ഞാൻ ബോയിലായത് തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് വരഞ്ഞിട്ട് ജസ്റ്റ് ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കും കേട്ടോ. അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഡിന്നറിൻ്റെ ഒരൈറ്റം റെഡി ആയിട്ടുണ്ട്, മുട്ട മസാല. ഇത് എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാൻ, അതുകൊണ്ടാണ് ഈ രീതിയിൽ റെഡിയാക്കി എടുത്തത് കേട്ടോ. അപ്പം ഇതുപോലെ പനിയൊക്കെ പിടിച്ചിരിക്കുമ്പോഴേക്കും നമ്മൾ പ്രോട്ടീനുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ. അപ്പോൾ ഞാൻ മറ്റൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച ശേഷം വീണ്ടും കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാണ്. അപ്പോൾ ഓയിൽ ചൂടാവുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ കൊച്ചുള്ളിയും പച്ചമുളകും അല്ലേ എടുത്തിരിക്കുന്നത്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകൊന്നും ഇടേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ഇതിൽ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. വഴറ്റി കൊടുത്ത ശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ ഈ മഷ്റൂം ഒക്കെ ഉപയോഗിക്കുമ്പോഴേക്ക് സൂക്ഷിക്കണം എന്ന് പറയും. കാരണം അതിൽ ഈ പെട്ടെന്ന് അത് പോയ്സൺ ആവുന്ന രീതിയൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടെ. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. അപ്പം ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നവർ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ എന്നെപ്പോലെ അറിയാത്തവർക്കും നമ്മളുടെ കമൻസ് വായിക്കുന്നവർക്കും അത് വലിയ ഉപകാരമാവും എന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പം അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേ. എന്നിട്ട് നമുക്ക് മൂടി വെച്ച ശേഷം ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഇതിലേക്ക് ചേർക്കത്തില്ല, അതിൽ നിന്ന് തന്നെ ആ ഒരു വെള്ളം വരുന്നതാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുകയാണേ. ഈ 2 പൊടികൾ മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കാണ്. കാരണം പെട്ടെന്നാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതിനുശേഷം മൂടി തുറന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ നിങ്ങൾ ഈ കൂൺ ഇഷ്ടമുള്ളവർ ഉണ്ടാക്കി നോക്ക്, ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ചൂടോടുകൂടി തന്നെ നിങ്ങൾ കഴിക്കാൻ നോക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു രുചിയും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ചൂടോടുകൂടി തന്നെ ഞാൻ ഇപ്പം എനിക്കും ഫാബിമോൾക്കും ഉള്ളതാണ് ഈ എടുക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നിസാറിക്കാക്കും സൽമാനും തീരെ ഇഷ്ടമില്ല, അതുകൊണ്ട് അവർക്ക് ഞാൻ വേറെ ഡിന്നറാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയും. ഓരോ മുട്ടയും സെൻറ്ററിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം അടിപൊളി ഡിന്നറല്ലേ ഇത്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത ശേഷം എങ്ങനെയുണ്ടെന്ന് എനിക്ക് ഫീഡ്ബാക്ക് കൂടി തരണം കേട്ടോ. അങ്ങനെയുണ്ട് ഫാബി, അടിപൊളി. ഹായ്, ഇഷ്ടായ ചക്കരെ? ഇഷ്ടായ? അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? കളോ